ബോളിവുഡിലെ ഹീമാൻ ധർമ്മേന്ദ്രയുടെ മരണശേഷവും അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ അവസാനിക്കുന്നതേയില്ല. പരമ്പരാഗത ജീവിതമായിരുന്നില്ല അദ്ദേഹം നയിച്ചിരുന്നത് എന്നത് തന്നെയാവാം കാരണം. ഭാര്യയും 4 കുട്ടികളുമുള്ളപ്പോഴാണ് ഹേമമാലിനിയെ ധർമ്മേന്ദ്ര വിവാഹം കഴിക്കുന്നത്. വിവാഹശേഷം ഹേമമാലിനിയും മക്കളും മാത്രമായിരുന്നു ഒരു വീട്ടിൽ താമസം. ധർമ്മേന്ദ്ര ഇടയ്ക്കിടെ വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി പോവുകയായിരുന്നു. ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ പ്രകാശ് കൗറുമായി ബഹുമാനത്തോടെയുള്ള അകലം പാലിക്കുകയായിരുന്നു ഹേമമാലിനി. ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുമില്ല. അതേസമയം ധർമ്മേന്ദ്രയുടെ മറ്റു കുടുംബാംഗങ്ങളുമായി അടുപ്പത്തിലുമായിരുന്നു ഹേമമാലിനി. റാം കമൽ മുഖർജി എഴുതിയ ഹേമമാലിനി ബിയോണ്ട് ദ ഡ്രീം ഗേൾ എന്ന ജീവചരിത്രത്തിൽ ധർമ്മേന്ദ്രയുടെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഹേമ പറയുന്നുണ്ട്. ധർമ്മേന്ദ്രയുടെ അമ്മ സത്വത് കൗറിനെ കണ്ടുമുട്ടിയതും അവർ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ചതും ഹേമ ജീവചരിത്രത്തിൽ വിവരിക്കുന്നു. കുടുംബത്തിലെ മറ്റാരെയും അറിയിക്കാതെയാണ് അവർ വന്നതെന്നും പറയുന്നുണ്ട്. ധരംജിയുടെ അമ്മ സത്വത് കൗർ അത്ര തന്നെ ഊഷ്മളതയും ദയയുമുള്ളയാളായിരുന്നു. ഞാൻ ഇഷിയെ ഗർഭം ധരിച്ച സമയത്താണ് അവർ എന്നെ കാണാൻ വന്നത്. ഒരിക്കൽ ജുഹുവിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയതായിരുന്നു ഞാൻ. അമ്മ അങ്ങോട്ടേക്ക് വന്നു. വീട്ടിൽ ആരുമറിയാതെ എന്നെ ഒന്ന് കാണാനാണ് വന്നതെന്ന് അവർ പറഞ്ഞു. ഞാൻ അവരുടെ കാൽ തൊട്ടു. അവർ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോളെ എപ്പോഴും സന്തോഷമായിരിക്കൂ എന്ന്. അവരൊക്കെ എനിക്കൊപ്പമുണ്ടെന്ന കാര്യം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ധർമ്മേന്ദ്രയുടെ അച്ഛൻ കെവൽ സിംഗ് ഡിയോളുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഹേമ വിവരിക്കുന്നുണ്ട്. ഹേമയുടെ അച്ഛനുമായും അദ്ദേഹത്തിന് ഏറെ അടുപ്പമായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് പഞ്ചുകുസ്തി പിടിക്കുന്ന കാര്യവും പുസ്തകത്തിൽ ഓർക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലേക്ക് പോയി അച്ഛനെയോ സഹോദരനെയോ കാണും. ചായയും കുടിച്ച് തിരിച്ചു വരും. കാണുമ്പോൾ ഹസ്തദാനം നൽകുന്നതിനു പകരം പഞ്ചുകുസ്തി പിടിക്കും. അവരെ തോൽപ്പിച്ച ശേഷം അച്ഛൻ പറയും, നിങ്ങളും വെണ്ണ, ലസ്സി, നെയ്യ് എന്നിവ കഴിക്കൂ. ഇഡ്ഡലിയും സാമ്പാറും നിങ്ങളെ ശക്തരാക്കില്ല. അത്രയും നല്ല വ്യക്തിയായിരുന്നു ധരംജിയുടെ അച്ഛൻ എന്നും ഹേമമാലിനി പറയുന്നു.